നമസ്കാരം, ഞാൻ നിനിക. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മത്തി ഫ്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. മത്തി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഒരു കുഞ്ഞ സ്പൂണിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണിനെക്കാട്ടിയും കുറച്ച് കുറവ് കുരുമുളക് പൊടിയും പിന്നെ അതിലോട്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് മീനിന് എരിവും കുറവായിരിക്കും, മാത്രമല്ല നല്ലൊരു കളറും കിട്ടും കേട്ടോ ഫ്രൈ ചെയ്യുമ്പം. പിന്നെ അതിലോട്ട് പാകത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വിനീഗറും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്യുക. മീനിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. ഒന്നില്ലെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്യുക, ഇങ്ങനെ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യം നേരത്ത് വറുത്താലും മതി. ഇനി ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് കുറച്ച് പലിഞ്ഞേനും കൂടെ ഇരിക്കുന്നുണ്ട്, അതും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് 2 ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യാണ്ട്. അതെന്താണെന്നല്ലേ, ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളക് 2-3 എണ്ണം നീളത്തിൽ അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. മത്തി ഫ്രൈ ചെയ്യുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ഈ ചെറിയുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒന്ന് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.